ഒരാളെ നിന്റെ വെപ്രാളം കാരണം 2 ദിവസം കൂടെ നിന്നിട്ട് വന്നാൽ മതിയായിരുന്നു. ഓ, അതിന് മാത്രമൊന്നും അവിടെ ടൈം പോകില്ലാന്ന്. ഭയങ്കര ബോറടി. അതുകൊണ്ടല്ലേ നമുക്ക് പോവാന്ന് പറഞ്ഞ. അതെ, അവിടെ നിനക്ക് ബോറടി മാറ്റം മാമയില്ലല്ലോ. അതിന് നാട്ടിൽ വന്നല്ലേ പറ്റൂ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. കണ്ടുപിടിച്ചല്ലേ, എന്ന് മിണ്ടാതെ വാ. സത്യ വീട് പൂട്ടിട്ടുണ്ടല്ലോ. കാണാൻ വേണ്ടി ഓടി വന്ന് നീ ഇപ്പൊ ആരായി? അല്ല സിദ്ധു, കഴിഞ്ഞ 3 days ആയിട്ട് ഞാൻ ഇവളെ കോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കോള് പോകുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. ഇവളിപ്പോ എവിടെ പോയതായിരിക്കും? ഏയ്, വല്ല റിലേറ്റീവ്സിന്റെ വീട്ടിലും പോയതായിരിക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം. റിലേറ്റീവ്സോ? അങ്ങനെ ആരും ഉള്ളതായിട്ട് അവൾ എന്നോട് പറഞ്ഞിട്ടില്ല സിദ്ധു. ആ, സാറ് വന്നിരുന്നോ? ഞാൻ 2-3 തവണ നിങ്ങളെ അന്വേഷിച്ച് വീട്ടിലേക്കൊക്കെ വന്നിരുന്നു. ഒരു കത്ത് നിങ്ങൾക്ക് തരാൻ വേണ്ടി എന്റെ പോക്കലിട്ടിട്ട് കുറെ നാളായി. കത്തോ? എന്ത് കത്ത്? അല്ല വാസുവണ്ണ, ഈ വീട്ടില് ആരുമില്ലേ? ഭാമയൊക്കെ അവരെവിടെ പോയി? ആ, ഭാമമോള് ഈ നാട്ടിൽ നിന്ന് പോയി. ഈ വീട് സ്ഥലവും വിൽക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഭാമമോള എനിക്ക് സാറിനെ ഏൽപ്പിക്കാൻ വേണ്ടി ഒരു കത്ത് തന്നിട്ട് പോയത്. പോയെന്നോ? എവിടേക്ക്? അത് ചോദിച്ചിട്ട് പറഞ്ഞില്ല. പോവാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ ഈ വീട് സ്ഥലവും വിറ്റിട്ട് ആ ക്യാഷ് കരുണാലയത്തിൽ കൊടുക്കാനും കൊച്ചു പറഞ്ഞു. കോണ്ടാക്ട് ചെയ്യാൻ അവൾ വല്ല നമ്പറും തന്നിരുന്നോ? ഞാൻ ചോദിച്ചു, തന്നില്ല. എന്റെ ഫോണിലേക്ക് വിളിക്കാന്ന് പറഞ്ഞു. പിന്നെ വിളിച്ചിട്ടില്ല. മോന് ഈ കത്ത് തരാൻ അവൾ എന്നെ ഏൽപ്പിച്ചിരുന്നു. ഇതാ. സത്യ, ആ കത്ത് വായിക്ക്. എന്താ അതില്? സത്യേട്ടാ, സത്യേട്ടന് കത്ത് വായിക്കുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാവൂല. എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവുക. ഞാനൊരിക്കലും സത്യേട്ടന് ചേർന്ന കുട്ടിയല്ല. എല്ലാം മറക്കാൻ ശ്രമിച്ചാലും ഒന്നും എൻ്റെ ഉള്ളിൽ നിന്ന് പോകൂല. സത്യേട്ടൻ എൻ്റെ അടുത്ത് വന്ന് എന്നോട് ഇങ്ങനെ സ്നേഹം കാണിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നുന്നത് എന്താണെന്നറിയോ? പേരറിയാത്ത ആരോ വലിച്ചെറിഞ്ഞിട്ട് പോയ എച്ചില് സത്യേട്ടൻ എടുത്ത് വെക്കുന്ന പോലെയാ. എന്നെ മറക്കണം. വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം. ഞാൻ ഇവിടുന്ന് പോവുക. എന്നെ തേടി വരരുത്. വന്നാൽ ഞാൻ ജീവനോടെ ഉണ്ടാവൂല. സത്യ, സിദ്ധു, ഭാമേ. എന്താടാ, എന്തു പറ്റി? വല്ല സ്വപ്നവും കണ്ടോ നീ? സിദ്ധു, വേഗം റെഡിയാവ്. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം. എടാ, നേരെ ഒന്ന് വെളുത്തതല്ലേ ഉള്ളൂ. ഒരു 8 മണിയെങ്കിലും ആവട്ടെ. നമുക്ക് പോവാം. ഇല്ല സിദ്ധു, ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റൂല. ഇത്രയും വർഷം ഞാൻ കാത്തിരുന്നില്ലേ. നമുക്ക് പോവാം, വാ. നല്ല ഫ്ലവേഴ്സാ. ഈ ഫ്ലവറൊക്കെ സച്ചുട്ടി മമ്മിക്ക് വേണ്ടി വാങ്ങിയതാണോ? ഞാനും അമ്മമ്മയും മമ്മിക്ക് വേണ്ടി ടെമ്പിളിൽ പോയി ഒരുപാട് പ്രാർത്ഥിച്ചു. വരുന്ന വഴിക്ക് മമ്മിക്ക് ഇഷ്ടമുള്ള ഫ്ലവർ സച്ചുട്ടി വാങ്ങി. ആണോടാ പൊന്ന, മമ്മിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ പൂക്കള്. മമ്മിക്കറിയോ, ചിറ്റപ്പന്റെ കൂടെ സച്ചുട്ടി ഡാഡിയെ കാണാൻ പോവുമല്ലോ. ഞാൻ ഡാഡിക്കും ഇതുപോലെ പൂക്കൾ വാങ്ങിയിട്ടുണ്ട്. സച്ചുട്ടി, മമ്മി ഇപ്പഴല്ലേ റൂമിലേക്ക് വന്നത്. മമ്മി റെസ്റ്റ് എടുക്കട്ടെ. മോള് ചിറ്റപ്പനോട് പുറത്തു പോയി കളിച്ചു. ചെല്ല്. ഓക്കെ അമ്മമ്മ. മമ്മി റെസ്റ്റ് എടുത്തോ. ഞാൻ ചിറ്റപ്പന്റെ കൂടെ പോയി ഡാഡിനെ കണ്ടിട്ട് ഡാഡിനെ കൂട്ടിട്ട് ഇങ്ങോട്ട് വരാം. ബൈ. മാമേ, ഞാൻ സച്ചുട്ടിനോട് എല്ലാം പറഞ്ഞു. പാവ ആ കുഞ്ഞ്, ഇനിയെങ്കിലും എല്ലാം അറിയണ്ടേ. സത്യേട്ടൻ പോയോ? സത്യകുഞ്ഞിനെ കണ്ടപ്പോഴാ നിനക്ക് വയ്യാതായെന്നും പറഞ്ഞിട്ട് സച്ചുട്ടി ഇന്നലെ ഒരുപാട് ബഹളം വെച്ച് കരഞ്ഞ് ഇവിടുന്ന് പോവാൻ പറഞ്ഞു. അതുകൊണ്ട് കുഞ്ഞു പോയി. സത്യേട്ടൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്നെ അന്വേഷിച്ചിട്ടാണോ? മോളെ, ആ കുഞ്ഞുതര വരെ കല്യാണം കഴിച്ചിട്ടില്ലെന്നാ പറയണ. ഇനി അതിനിങ്ങനെ അകറ്റി നിർത്തല്ലേ. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും ആ കുഞ്ഞ് നിന്നെ മറന്നിട്ട് ജീവിക്കൂല. അമ്മ, സത്യേട്ടനിപ്പോ എന്നോട് വെറുപ്പായിരിക്കോ ഉള്ളില്? വേണ്ട മോളെ, ഓരോന്നും ആലോചിച്ച് കൂട്ടണ്ട. ഇപ്പൊ റൂമിലോട്ട് മാറ്റിയതല്ലേ ഉള്ളൂ. റെസ്റ്റ് എടുത്തോ. അമ്മ പുറത്തുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്ക്. ചിറ്റപ്പ, അങ്ങോട്ട് നോക്ക്. സച്ചുട്ടിന്റെ ഡാഡി വന്നു. സച്ചുട്ടി പതുക്കെ ഓടല്ലേ, വീഴും. ഇല്ല, വീഴൂല. ഞാൻ എന്റെ ഡാഡിയുടെ അടുത്ത് പോവാ. ഡാഡി. സച്ചുട്ടി. ഡാഡി. ആഹാ, സച്ചുട്ടിക്ക് ഡാഡിയോടുള്ള പിണക്കമൊക്കെ മാറിയോ?
അത് ഞാൻ പറഞ്ഞു. സച്ചുട്ടിക്ക് ഡാഡിയുടെ പിണക്കമെന്ന് ഇങ്ങനെ സങ്കടം കൊണ്ട് പറഞ്ഞതല്ലേ. ഡാഡി എന്നും സച്ചുട്ടിന്റെ ഡാഡി തന്നെയാ. സച്ചുട്ടിക്ക് പിണക്കമൊന്നുമില്ല കേട്ടോ. മോള് ഡാഡി ഇനി വേണ്ടാന്ന് പറഞ്ഞു പോവോ? ഇല്ല, സച്ചുട്ടിക്ക് ഡാഡിയും വേണം മമ്മിയും വേണം. രണ്ടുപേരും ഇന്ന് സച്ചുട്ടിയുടെ കൂടെ വേണം. രാവിലെ മുതൽ കുഞ്ഞു മോനെ കാണുമെന്ന് പറയുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് അമ്പാടി അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. ആന്റി, ഭാമയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? അവളെ റൂമിലേക്ക് മാറ്റിയോ? ആ മോനെ രാവിലെ മാറ്റി. അവളിപ്പോ റൂമിലുണ്ട്. സിധു വാ, എനിക്ക് അവളെ കാണണം. ഈശ്വര, രണ്ടും കൂടെ സംസാരിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർത്താൽ മതിയായിരുന്നു. ആഹാ, ഇപ്പോഴും ഇങ്ങനെ തുറച്ചു നോക്കി പേടിപ്പിക്കുന്ന സ്വഭാവം കൂടെ തന്നെ ഉണ്ടല്ലേ? സച്ചുടിയുടെ ഡാഡി ആരാ? അത് സത്യേട്ടാ. എന്താടി നിനക്ക് എൻ്റെ പേര് പറയാൻ ഇത്രയും മടി? ഡാഡി മമ്മിയെ തല്ലല്ലേ, പാവല്ലേ എന്റെ മമ്മി. ഡാഡി ഇങ്ങനെ മമ്മിയെ തല്ലേ ഞാൻ മിണ്ടൂല. കണ്ടില്ലേടി, ഈ കുഞ്ഞിന് ഇത്രയും കൊല്ലം എൻ്റെ അടുത്ത് നിന്ന് മാറ്റി നിർത്തി വളർത്താൻ നിനക്ക് എങ്ങനെ തോന്നിയടി? ഈ അടി ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാ. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല. സത്യം അന്നും ഒന്നും ഒരുപോലെയാ, നിന്നെ പോലെ മാറിക്കൊണ്ടിരിക്കില്ല. അതാ പ്രശ്നം. നമ്മളെ സാഹചര്യം മാറുമ്പോൾ കൂടെ മാറണ്ടേ സത്യേട്ടാ? ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു കാര്യം പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. സച്ചൂട്ടി എൻ്റെ മോളാണെങ്കിൽ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകുമ്പോൾ അവളെ ഞാൻ എൻ്റെ തറവാട്ടിലേക്ക് കൊണ്ടുപോകും. അതറിയിക്കാനാണ് ഞാൻ വന്നത്. പറ്റില്ല. എനിക്ക് അവളെ മാത്രമേ ഉള്ളൂ. അവൾ എൻ്റെ മോളാ. എങ്ങനെ കഴിഞ്ഞിട്ടിയപ്പോൾ ആകാശത്ത് നിന്ന് പൊട്ടിമുളച്ചതാണോ? അല്ലല്ലോ. അവളുടെ അച്ഛൻ ഞാനാണെങ്കിൽ അവളെ ഞാൻ കൊണ്ടുപോകും. ഡാഡി, സച്ചുട്ടിക്ക് ഡാഡിയും വേണം മമ്മിയും വേണം. സച്ചുട്ടി രണ്ടുപേരുടെ കൂടെ നിൽക്കുള്ളൂ. ഒറ്റയ്ക്ക് എങ്ങോട്ടും ഞാൻ വരില്ല. സച്ചൂട്ടി മോളിങ് വാ. ഇല്ല, ഞാൻ വരൂല. ഞാൻ രണ്ടുപേരോടും മിണ്ടൂല. സച്ചുട്ടിന്റെ അടുത്ത് ഡാഡിയും വേണം മമ്മിയും വേണം. രണ്ടുപേരും തല്ലുകൂടിയ സച്ചുട്ടി വരൂല. പോവാ. നോക്ക്, പഴയ പോലെ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾക്കിപ്പോ ഒരു കുഞ്ഞുണ്ട്. വെറുതെ അടിവെച്ച് അതിന്റെ മനസ്സ് വിഷമിപ്പിക്കരുത്. ഞാൻ അവളുടെ അടുത്തേക്ക് പോവാ. ഭാമി നോക്ക്, ഞാൻ പറയലും മാറ്റമില്ല. എൻ്റെ കുഞ്ഞ് എൻ്റെ തറവാട്ടിൽ എൻ്റെ കൂടെ ജീവിക്കും. നീ അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഞാൻ അവളെൻ്റെ കൂടെ കൊണ്ടുപോകും. നീ എന്നെ അകറ്റി നിർത്തി അതിനെ വളർത്തിയതുപോലെ വളർത്താൻ എനിക്ക് താല്പര്യമില്ല. നിനക്കും ഞങ്ങളുടെ കൂടെ വരാം. സച്ചുടിയുടെ മമ്മിയായിട്ട് നിനക്ക് നാളെ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ വരാം. നീ വന്നാലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ മോളെ കൊണ്ടുപോകും. ഭാമേ, മോൾ എന്താ തീരുമാനിച്ച? നാളെ സത്യക്കുഞ്ഞ് സച്ചുട്ടിനെ കൊണ്ടുപോകാൻ വരുമ്പോൾ നീ അവരുടെ കൂടെ പോവോ അതോ? എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റണില്ല. ഞാൻ പോയാൽ തന്നെ അവിടെ ഉള്ളവരുടെ മുഖത്ത് എങ്ങനെ നോക്കും? അവർക്കാർക്കും സച്ചുട്ടിൻ്റെ കാര്യം അറിയുന്നുണ്ടാവില്ലല്ലോ. അതിപ്പോ നീ പോയാലും ഇല്ലെങ്കിലും അവരറിയും. സത്യക്കുഞ്ഞ് പറയാതിരിക്കോ? ദയവായിട്ട് നിനക്ക് വീണ്ടും ഒരു ചാൻസ് തന്നതാ. മോൻ്റെ കൂടെ പോയി സന്തോഷത്തോടെ ജീവിക്കാൻ നോക്കും മോളെ. അതെ, അമ്മമ്മ പറയുന്ന കേക്ക് മമ്മി. നാളെ ഡാഡി വിളിക്കാൻ വരുമ്പോ എന്റെ കൂടെ വന്നില്ലെങ്കിൽ സത്യമായിട്ടും രണ്ടുപേരോടും ഞാൻ പിണങ്ങും. എടി, നിനക്ക് നിന്റെ ഡാഡിയെ കിട്ടിയപ്പോ മമ്മീനെ വേണ്ട അല്ലേ? വന്ന നേരം തൊട്ട് നാളെ ഡാഡിയുടെ കൂടെ പോകുന്ന കാര്യത്തിനെ പറ്റില്ലാതെ വേറെ എന്തെങ്കിലും നീ സംസാരിച്ചോ? മമ്മി ഒന്നും പറയണ്ട. എനിക്ക് ഡാഡിയും വേണം മമ്മിയും വേണം. നാളെ മമ്മി വന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കൂല, ഡാഡിയുടെ കൂടെ പോകൂല. സച്ചുട്ടി ഹോസ്റ്റലിൽ പോകും, നോക്കിക്കോ. നിക്കടി. ഹോസ്റ്റലോ? ഇതൊക്കെ ഈ കുഞ്ഞിന് ആരാ പറഞ്ഞു കൊടുക്കുന്നേ? ചീറ്റപ്പ, ഞാൻ മമ്മിയോട് പറഞ്ഞു. എന്തായി? ചിറ്റപ്പൻ പറഞ്ഞ പോലെയൊക്കെ മമ്മിയോട് പറഞ്ഞില്ലേ? നാളെ കൂടെ വരാന്ന് മമ്മി ഏറ്റോ? ഏതൊന്നുമില്ല. എന്നാലും ചീറ്റപ്പൻ പറഞ്ഞ പോലെയൊക്കെ ഞാൻ മമ്മിയോട് പറഞ്ഞു. വന്നില്ലെങ്കിൽ സത്യമായിട്ട് നോക്കോ, ഞാൻ ആരോടും മിണ്ടില്ല. അയ്യേ, ഇതെന്തോ ഇങ്ങനെ ഇരുന്ന് കരയണ? ചിറ്റപ്പൻ ഇവിടെ ഉള്ളപ്പോ നീ എന്തെന്നടി വിഷമിപ്പിക്കണ? നമുക്ക് മമ്മി ഇവിടുന്ന് പാക്ക് ചെയ്യാം. ശരി, അപ്പൊ നീയാണല്ലേ ഇവളെ മണ്ടയിൽ ഓരോന്നും കുത്തിക്കയറ്റി അങ്ങോട്ട് പറഞ്ഞു വിടുന്നേ? ഒന്ന് പോ ഭാമേജി, ഞാൻ ഈ കുഞ്ഞു മണിനോട് എന്തോന്ന് പറയാൻ? സച്ചുട്ടി വാ, നാളെ ഡാഡി വരും. നമുക്ക് നേരത്തെ എണീക്കണ്ടേ? വാ വാ വാ, കിടക്കാം. കളത്തമാടി, എല്ലാം കണക്ക് ശരിയാ.
സച്ചൂട്ടി, ദേ നിന്റെ ഡാഡി വന്നു, വേഗം വാ. അമ്മമ്മോ ദാ വരുന്നു. ഹായ് ഡാഡി. സച്ചൂട്ടി, നമുക്ക് പോവാം. ഒരു മിനിറ്റ്, സച്ചൂട്ടി റെഡിയാ. മമ്മി ഇപ്പൊ വരും. ദേ വന്നല്ലോ. അമ്മമ്മേ, ചിറ്റപ്പ, ഞങ്ങൾ പോയിട്ട് വേഗം വരാട്ടോ. ആയിക്കോട്ടെ സച്ചൂട്ടി, ഹാപ്പി ആയിട്ട് പോയിട്ട് വാ. അമ്മമ്മ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കാട്ടോ. ആൻറ്റി, ഞങ്ങൾ ഇറങ്ങാം. ബായ്. ബൈ അമ്മമ്മ, ചിറ്റപ്പ, ബൈ. സച്ചോട്ടി എന്താ ഒന്നും മിണ്ടാത്ത? ഉറക്കം വരുന്നുണ്ടോ? ഞാനും മമ്മിയും ഈ സ്ഥലമൊക്കെ നോക്കുക. ആര്യട, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശരിക്കും ഭാമേച്ചി കണ്ടിട്ട് എത്ര നാളായി. ഇങ്ങോട്ടേക്ക് വരുന്നു എന്നറിഞ്ഞപ്പോ സത്യം പറയാലോ, എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ. സിദ്ധോട്ടൻ രാവിലെ വിളിച്ചപ്പോഴാ ഈ ന്യൂസ് അറിഞ്ഞത്. അത് മാത്രമല്ല, ഒരു സർപ്രൈസ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അതെന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞില്ല. ഓ, ഇത് മണ്ടനേട്ടാ, അത് സർപ്രൈസ് അല്ലേ, അപ്പൊ അങ്ങനെ പറയും. അല്ല, അമ്മയോട് നമുക്ക് പറയണ്ടേ? വേണ്ട, വരുമ്പോ നേരിട്ട് കണ്ടോട്ടെ. പറഞ്ഞ അമ്മ നേരത്തെ തുടങ്ങും. ഭാമയോട് ഇത്തിരി ദേഷ്യത്തില അമ്മ. എന്തായാലും അവരിങ്ങ് എത്തട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. ആ, അതാ നല്ലത്. അയ്യോ ആര്യേട്ടാ, ഞാൻ കുട്ടേട്ടനെയും ഏട്ടത്തെയും വിളിച്ച് പറയാൻ മറന്നുപോയി. അവരെയും കൂടെ വിളിച്ച് പറയട്ടെ, എന്നിട്ട് അവരോട് ഇങ്ങോട്ട് വരാൻ പറയാം. കുട്ടാ, രാവിലെ തന്നെ പണി തുടങ്ങിയോ? ആ ആ ഗുഡ് മോർണിംഗ്. ചന്ദ്രേട്ടൻ രാവിലെ തന്നെ ഈ തണുപ്പത്ത് എങ്ങോട്ട് പോവുക? ഒരു ചായ കുടിക്കാൻ മുക്കുവരെ പോവുക. നിന്റെ പണി നടക്കട്ടെ. എന്നാ ഓക്കെ, ബായ്. സത്യമായിട്ടും ആണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മണിക്കുട്ടി. ഇല്ലില്ല, ഞാൻ പറഞ്ഞോളാം. രാവിലെ തന്നെ മണിക്കുട്ടി എന്ത് ന്യൂസാ എത്തിച്ചത്? അതെ, അറിഞ്ഞോ? ഭാമയെ കണ്ടുപിടിച്ചോന്ന്. ഏട്ടൻ ഭാമയായിട്ട് ഇങ്ങോട്ട് വരുന്നു. മണിക്കുട്ടി ഇപ്പൊ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. ആരോ സത്യാണോ നീ പറയുന്ന? ആ പെണ്ണെ തേടി നമ്മൾ എവിടെ കലഞ്ഞു. സത്യക്ക് എവിടെ വെച്ചാ അവളെ കണ്ടു കിട്ടിയത്? ഓ എന്റെ ആകാശട്ട, ഒന്ന് ശ്വാസം വിട്. മണിക്കുട്ടിക്ക് അതൊന്നും അറിയില്ല. സത്യേട്ടനും ഭാമയൊക്കെ വന്ന നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കണം, അല്ലാതെ വേറെ വഴിയില്ല. ഓ, അതും ശരിയാ. അല്ല, മോൻ എഴുന്നേറ്റില്ലേ? എഴുന്നേറ്റെങ്കിൽ വേഗം റെഡിയാക്ക്. ഞാനും റെഡിയാവാം. നമുക്കിപ്പോ തന്നെ അങ്ങോട്ട് പോവാം. ഓ, അതൊക്കെ ആയിക്കോട്ടെ. പക്ഷേ ഈ മുറ്റം അത്ര അടിച്ചു വാരിയിട്ട് കുട്ടിട്ട് റെഡിയായാൽ മതി. ഞങ്ങൾ എന്തായാലും റെഡിയായിട്ട് വേഗം വരാം. ബായ്. പണ്ടാരടങ്ങാൻ ഭാര്യയായി പോയി. ഇതിലേക്ക് പൊട്ടക്കട്ടിലെടുത്ത് എറിഞ്ഞാനെ. എവിടെ എന്റെ ചൂല്? ഭാര്യയെ ചായ അടുപ്പി വെച്ചോ. നിന്റെ മൂത്ത മോൻ വർഷങ്ങൾക്ക് ശേഷം വന്നു. ആര്യേട്ടാ, അവര് വന്നു തോന്നുന്നു. അമ്മ എവിടെ? അമ്മ ദാ വന്നല്ലോ. അമ്മ നിക്കണ അവിടെ. ഏതമ്മ? ആരുടെ അമ്മ? ഇനി ഒരു അടി മുന്നോട്ട് വെച്ചാ സത്യമായിട്ടും നിന്റെ കാല് ഞാൻ വെട്ടും. ശരിക്കും അമ്മ എന്റെ കാല് വെട്ടുവോ? വെട്ടൂന്ന് പറഞ്ഞാ ഞാൻ വെട്ടും. കല്ലൂട്ടിന്റെ 1ാം പിറന്നാളിന് നീ വന്നിട്ട് പോയതല്ലേ, പിന്നെ ഈ വഴിക്ക് നീ വന്നിട്ടുണ്ടോ? ഞങ്ങള് കുറച്ചുപേര് ജീവനോട് ഉണ്ടോന്നെങ്കിലും നോക്കാൻ നിനക്ക് വരായിരുന്നു. ആര്യേട്ടാ, അമ്മ തുടങ്ങി. ഇതിന്റെ കൂട്ടത്തില് മാമേച്ചിയെ കൂടെ കണ്ടാ തീർന്നു. എന്താടാ, നിനക്കൊന്നും പറയാനില്ലേ? കൂട്ടത്തില് ഓമനിച്ച് വളർത്തിയ നിന്നെ നീ തന്നെ ഇങ്ങനെ കാണിക്കണം. നീ അവന്റെ കൂടെ ആരാ വന്നേ നോക്ക്. ആരാ? ലീലാമ്മോ? അമ്മ മിണ്ടരുത് നീ. ഇവളെ നേരിട്ട് കാണുമ്പോ കൊടുക്കാൻ വേണ്ടി ഞാൻ കരുതി വെച്ചതാ. എന്റെ കുഞ്ഞിനെ ഇത്രയും നാളെ വിഷമിപ്പിച്ചിട്ട് അവള് വന്നേക്കുവാ. ലീലാമ്മോ, ഞാൻ ഇത് സിദ്ധുവേട്ടാ, ഇതായിരുന്നോ ആ സർപ്രൈസ്? അതെ, ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. സാത്വിക സത്യ, നിന്റെ സത്യേട്ടന്റെ കൊച്ചായത്. അത് ശരി. അപ്പൊ ഇങ്ങനൊരു സർപ്രൈസ് ഭാമിച്ചിന്റെ കയ്യിൽ ഉണ്ടായിരുന്നോ? എന്നാലും ഞങ്ങളോടൊന്നും പറയാണ്ട് എങ്ങോട്ടും പോവണ്ടായിരുന്നു അന്ന്.
ലീലാമ്മയ്ക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ? പിന്നെ ഇല്ലാണ്ടിരിക്കോ? എന്റെ മോൻ അവൻ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയോ? ലീലാമ്മ, ഞാൻ കാരണം കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവാതിരിക്കാന് ഞാൻ അങ്ങനെ അച്ഛമ്മ മതി, ഇനി എന്റെ അമ്മേനെ വിഷമിപ്പിക്കരുത്. മിണ്ടൂല ഞാൻ, ഞങ്ങളെ തിരിച്ചു പോകും, നോക്കിക്കോ. ആഹാ, ഇവളാള് കൊള്ളാലോ. ഇങ്ങ വാ, ചെറിയച്ഛൻ ചോദിക്കട്ടെ. ആര്യ കാണുന്ന പോലെയൊന്നുമല്ല, ആ മുതല ശരിക്കും അറിയാൻ കിടക്കുന്നേ ഉള്ളൂ. മോളിഞ്ഞു വാ, അച്ഛൻ ശരിക്കൊന്ന് കാണട്ടെ നിന്നെ. ഞാനിവിടെ അടുത്തല്ലേ നിൽക്കുന്ന, അച്ഛനെ കാണാൻ പറ്റുന്നില്ലേ? സച്ചൂട്ടി, അച്ഛന് അടുത്തേക്ക് പോ, ചെല്ല്. മോളെ, അച്ഛനൊരു വന്നേ. ഇവിടുന്ന് ഇനി മോൾ എങ്ങോട്ടും പോകരുത്, ഞങ്ങളുടെ കൂടെ ഇവിടെ തന്നെ നിക്കണം കേട്ടോ. അപ്പോ സച്ചുട്ടിന് സ്കൂളിൽ പോണ്ടേ? സ്കൂളിലൊക്കെ പോവാം. നീ കാന്താരി, ഇങ്ങോട്ട് വാ. അച്ഛമ്മ ശരിക്കൊന്ന് കാണട്ടെ അച്ഛമ്മയുടെ മുത്തിന്. ഇത്രയും നാളും അമ്മ ഞങ്ങളെ കാണിക്കാതെ വളർത്തിയതല്ലേ, ഇനി ഞങ്ങളടുത്ത് നിന്നാ മതി. അതെ അതെ, ചെറിയ മീൻ ചെറിയച്ഛനെ നമുക്ക് നന്നാക്കി എടുക്കണം സച്ചൂട്ടി. ആദ്യം സച്ചുട്ടി സിദ്ധു വല്ലതിനെ ശരിയാക്കും, അല്ലേ അച്ഛമ്മ? എടി കള്ളിയെ, നീ ആള് കൊള്ളാലോ. പരിഭവവും പരാതിയൊക്കെ തീർന്ന സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും വീട്ടിനകത്ത് പോയി സംസാരിച്ചാലോ അമ്മ? അതെ, എല്ലാരും വീട്ടിനകത്തേക്ക് വാ, വന്ന കാലം നിക്കണ്ട. സച്ചുട്ടി താഴെ ഇറങ്ങ്. മണിക്കോട്ടി മതി, അവളെ താഴെ നിർത്ത്. ഏയ് ഇല്ല മാമേച്ചി, എല്ലാവരുടെ കയ്യിലും ഇരുന്ന് ഇപ്പൊ എന്റെ കയ്യിൽ കിട്ടിയതേ ഉള്ളൂ. മണിക്കുട്ടി, എന്റെ മമ്മിക്ക് കുശുമ്പ, മമ്മി ആരും എടുക്കാനില്ലല്ലോ. സച്ചുട്ടി അടി പേടിക്ക് നോക്കിക്കോ. അല്ല മണിക്കുട്ടി, നിന്റെ കല്യാണം എപ്പോഴാ കഴിഞ്ഞ? 3 വർഷമായി. അത് പറഞ്ഞപ്പോഴാ അകത്തൊരാളെ കടന്ന് ഉറങ്ങുന്നുണ്ട്. സച്ചുട്ടി, ഞാൻ ഒരാളെ കാണിച്ചു തരാം, വേഗം വാ. ഹായ്, നല്ല രസമുണ്ട് വാവയെ കാണാൻ. മണിക്കുട്ടി, ഇത് മണിക്കുട്ടിന്റെ കുട്ടിയാണോ? ആണല്ലോ. സച്ചുട്ടിക്ക് വാവേനെ ഇഷ്ടായോ? ഒരുപാട് ഇഷ്ടായി, നല്ല രസമുണ്ട് കാണാൻ. കുഞ്ഞിനെ കാണാൻ ശരിക്കും ആര്യനെ പോലെയുണ്ട്. മോളുടെ പേരെന്താ? ആര്യവട്ടത്തിയ പേരിട്ടത്. ആര്യ കല്യാണി. കല്ലൂന്ന് വിളിക്കും. ഇവളുടെ ബർത്ത്ഡേക്ക് അവസാനമായിട്ട് സത്യേട്ടൻ ഇങ്ങോട്ട് വന്നത്. സുന്ദരി വാവ. അയ്യോ മണിക്കുട്ടി, സച്ചുട്ടി ഉമ്മ വെച്ചപ്പോഴത്തേക്കും വാവ എഴുന്നേറ്റു. സോറി. ഏയ് സോറി ഒന്നും പറയണ്ട, അവൾ ഈ സമയമാകുമ്പോ എഴുന്നേക്കാറുള്ളതാ. ഇനിയിപ്പോ സച്ചുട്ടിക്ക് വാവനോട് കളിക്കാലോ. ഇനി സച്ചുട്ടി വേണം വാവയെ നോക്കാൻ. ഞങ്ങള് പോവാ, ബാ മാമേച്ചി. അമ്മ കാലിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ ചെക്കപ്പിന് പോയോ? അച്ഛന് നടുവേനക്കിപ്പോ എങ്ങനെയുണ്ട്? ഇടക്കൊക്കെ ഒരു ഫോണെങ്കിലും വിളിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഇങ്ങോട്ട് ചോദിക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു മോനെ. അമ്മ, സത്യേട്ടൻ എല്ലാ ആഴ്ചയിലും എന്നെ വിളിച്ച് നിങ്ങളെപ്പറ്റി അന്വേഷിക്കാറുണ്ട്. കാണാൻ വരുന്നില്ലെന്നേ ഉള്ളൂ, സത്യേട്ടൻ എല്ലാം അറിയാം. ആര്യ, അവൻ മാത്രമല്ല അറിഞ്ഞാ മതിയോ? ഞങ്ങൾക്ക് അവനെ പറ്റി അറിയണ്ടേ? ഞങ്ങൾക്ക് കാണാൻ കൊതിയുണ്ടാവൂലേ? കണ്ടില്ലേ, ഇപ്പൊ ഒരു കുഞ്ഞുമായിട്ട് വന്നപ്പോഴാ ഞങ്ങളെല്ലാം അറിയണ. ചെറിയച്ഛൻ മാത്രല്ല, അവനും ഇപ്പോഴാ അവന്റെ കുഞ്ഞിനെ പറ്റി അറിഞ്ഞത്. സിദ്ധു, നിന്നോട് എന്തെങ്കിലും ചോദിച്ചോ? മിണ്ടാതിരിക്കടാ. ഇനിയിപ്പോ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന അതിന് സമയം ഉണ്ടാവുള്ളൂ. സച്ചോട്ടിയും ബാമേച്ചിയൊക്കെ ഇനി ഇവിടെ ഉണ്ടാവൂലേ? ഇനി അങ്ങോട്ട് നമുക്ക് സന്തോഷിക്കാം. അതെ, കുറച്ച് വൈകിട്ടാണെങ്കിലും പത്മനാഭൻ അവനെ ഇവിടെ എത്തിച്ചല്ലോ. നോണ്ട് കല്ലുമോളും സച്ചോട്ടിയും കളിക്കുന്ന കണ്ടില്ലേ? നിക്ക് കല്ലുമോളെ, ഇത് വച്ചിട്ട് ചേച്ചി അത് വെക്കാം. ഇവരുടെ കൂട്ടത്തില് അവന്റെ കൂടെ കുറവേ ഉള്ളൂ, നമ്മുടെ കൊച്ചുണ്ടാപ്പരിയോ? അതാരാ? ആരുവിന്റെ മോനെ ഇവള് പറയണ. ഈ പറയണതെങ്ങനെ അവൻ കേട്ടാ തീർന്ന്. അവനെ വെറുതെ ഇളക്കാൻ ഇവളിട്ട വട്ടപ്പേര കൊച്ചുണ്ടാപ്പിരി. അവനാണെങ്കി അത് കേൾക്കണത് ഇഷ്ടമല്ല. അപ്പോ കുട്ടേട്ടനും ആരുവിനും ആൺകുട്ടിയാണ് ഉണ്ടായ. എന്താ അവന്റെ പേര്? അതെ, ആൺകുട്ടിയാ. അവന്റെ പേര് അൻകിത് ആകാശ്. ആൾക്ക് 3 വയസ്സായിട്ടുള്ളൂ. എല്ലാത്തിനും ദേഷ്യ. ശരിക്കും പറഞ്ഞാ നമ്മുടെ സത്യേട്ടനെ പോലെ തന്നെ. സത്യേട്ടനെ പോലെയോ? ലീലാമ്മ മാറിക്കോ, ഞാൻ ചായ ഇട്ട് തരാം. വേണ്ട, നീ അവിടെ ഇരുന്നോ, ഞാൻ തന്നെ ഇട്ടോളാം. എന്നോട് ഇപ്പോഴും ദേഷ്യം മാറിയിട്ടില്ലെങ്കിൽ 2 അടി കൂടെ അടിച്ചോ. പക്ഷെ ഇതുപോലെ തൊട്ടും തൊടാതൊന്നും സംസാരിക്കല്ലേ പ്ലീസ്. ഞാൻ കാര്യമായിട്ട് പറഞ്ഞത്, നീ അവിടെ ഇരിക്കേ. ബാബേ, നിനക്ക് സത്യയുടെ വല്യമ്മയുടെ അടുത്ത് ദേഷ്യമുണ്ടോ? ദേഷ്യോ? എന്തിനി? എനിക്ക്
എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല. ചേച്ചി എന്നോടെല്ലാം പറഞ്ഞു, നിന്നെ വന്ന് കണ്ടതും സംസാരിച്ചതും ഒക്കെ. ചേച്ചി കരുതി നീ ഇതിന്ന് മാറിയ സത്യയുടെ മനസ്സ് മാറുമെന്ന്. സത്യേട്ടൻ്റെ വല്യമ്മ മാത്രമല്ല, ഞാനും കരുതി ഞാൻ ഈ നാട്ടിൽ നിന്ന് പോയാൽ സത്യേട്ടൻ വേറെ കല്യാണം കഴിക്കുമെന്ന്. അതിന് അവൻ വിശ്വേട്ടൻ്റെ മോന അങ്ങനെയൊന്നും മാറില്ല. നിന്നെ ഒരുപാട് അന്വേഷിച്ചു, കാണാതെ വന്നപ്പോൾ ഞങ്ങൾ വേറെ കല്യാണത്തിന് നിർബന്ധിച്ചു. അതുകൊണ്ടാണ് അവൻ ഇങ്ങോട്ട് പറഞ്ഞത് എന്നെ നിർത്തിയത്. അറിയാം, ഞാൻ സത്യേട്ടനെ ഒരുപാട് വിഷമിപ്പിച്ചു അല്ലേ? അമ്മ അവളവിടെ. ഓ, മോങ്ങുവാണോ? സത്യേട്ടൻ്റെ കയ്യിൽ നിന്നും അമ്മയുടെ കയ്യിൽ നിന്നും കിട്ടിയെന്നറിഞ്ഞു, അതുകൊണ്ട് മാത്രം ഞാനും കൂടെ തരുന്നില്ല. ഏയ് അത് വേണ്ട, നീ ആയിട്ട് കുറയ്ക്കണ്ട, നീയും കൂടെ ഒന്ന് തന്നോ. അല്ല, കുട്ടേട്ടനും നിന്റെ മോനും അവിടെ അവര് വന്നില്ലേ? വന്നു ആകാശേട്ടൻ അച്ഛനോട് സംസാരിക്ക. പിന്നെ മോൻ അത് കല്ലൂന്റെ റൂമിലേക്ക് ഓടി. അതവിടെ നിൽക്കട്ടെ, നിനക്ക് കുഞ്ഞ് അതെപ്പോ സംഭവിച്ചു? നീ ഇരിക്കെ, ചായ കുടിക്കേ, ഞാൻ ചെന്ന് കുട്ടേട്ടനെ കണ്ട് സംസാരിച്ചിട്ട് വരാം. അമ്മ, ഭാമ ഒരുപാട് മാറിപ്പോയി. ഇപ്പൊ കണ്ട നമ്മുടെ പഴയ ഭാമയാണെന്ന് പറയോ? മെലിഞ്ഞ് ആളാകെ മാറി. ഇങ്ങോട്ട് വന്നില്ലേ, ഇനി നമുക്ക് പഴയ പോലെ ആക്കിയെടുക്കാം. നീ ഇരിക്കേ. കല്ലൂട്ടി, അങ്കിയേട്ടൻ വന്നു. അല്ല, ഇവിടെ ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞു. ആരാ വന്നേ? സച്ചു ചേച്ചിയോ? അതേത് ചേച്ചി? ആരാത്? ഡോറിന്റെ ബാക്കിൽ നിന്ന് ആരാ അങ്ങനെ വിളിച്ചേ? അപ്പൊ നീ എന്നെ കണ്ടുപിടിച്ചല്ലേ? പറയടി, ആരാ നീ? നീ എന്തിനാ എന്നെ കൊച്ചുണ്ടാപ്പിന്ന് വിളിച്ചേ? നിന്റെ പേര് അങ്ങനെയല്ലേ? പിന്നെ ഞാൻ ഡി അല്ല, നിന്റെ ചേച്ചിയാ. നീ എന്നെ ചേച്ചിന്ന് വിളിക്കണം. അയ്യടാ, ചേച്ചിന്ന് വിളിക്കാൻ പറ്റിയ ഒരു സാധനം കണ്ടാ തന്നെ അറിയാം നീ ഒരു ശീമാട്ടിയാന്ന്. അത് ശരി, രണ്ടാളും കണ്ടപ്പോ തന്നെ അടി കൂടാൻ തുടങ്ങിയോ? അങ്കി അവള് പറഞ്ഞ ശരിയാ, ഇത് നിന്റെ ചേച്ചിയാ. നീ അവളെ ചേച്ചിന്ന് വേണം വിളിക്കാൻ. അയ്യേ, എനിക്ക് ആ സാധനത്തിന് ഇഷ്ടായില്ല. അതെന്റെ ചേച്ചിയൊന്നല്ല. അച്ഛമ്മ പറയും പോലെ ഏതോ ശീമാട്ടിയാ. ഞാൻ പോവാ. സച്ചുട്ടി, കണ്ട അവന് ഇഷ്ടമല്ല അങ്ങനെ വിളിക്കണ. പിന്നെ നീ എന്തിനാ അവനെ അങ്ങനെ വിളിച്ച് കളിയാക്കണേ? അവനെന്താ മമ്മി, കല്ലുവിനെ പോലെ കൊച്ചുകുട്ടിയാണോ ഇങ്ങനെ കളിയാക്കിയെന്ന് പറഞ്ഞ് പണങ്ങി പോവാൻ? എടി കാന്താരി, ഇങ്ങ് വാ, ചോദിക്കട്ടെ, നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായോ? അവൾക്കറിയാം നിങ്ങൾ ആരും കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ അമ്മയോട് ചോദിച്ച് അവൾ എല്ലാരെ പറ്റിയും മനസ്സിലാക്കിയിട്ടാ വന്നത്. എന്നാ പറ, ഞാൻ ആരാ? ഇത് ആരുമായി ശരിയല്ലേ ഞാൻ പറഞ്ഞ? ആ, ശരിയാണല്ലോ. എന്നാ നിനക്ക് ഞാൻ വേറൊരാളെ കാണിച്ചു തരാം, വാ. ആകാശേട്ടാ, ഇതാരാ നോക്കിയേ? ഈ ചിമിട്ടിന് മനസ്സിലായോ? ആ, ഇവളെ പറ്റി തന്നെയാ ഇവരിപ്പോ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്ന. അല്ല മോളെ, നിന്റെ അമ്മ എവിടെ? ഞാനിവിടെ ഉണ്ട് കുട്ടേട്ടാ. കുട്ടേട്ടന് സുഖമല്ലേ? സച്ചോട്ടി, മോൾക്കറിയോ, നിന്റെ ഈ മമ്മി ഞങ്ങളെയൊക്കെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടാ ഇവിടുന്ന് പോയത്. മോളൊരിക്കലും മമ്മിയുടെ സ്വഭാവം കാണിക്കരുത്. കുട്ടേട്ടാ, ഞാൻ ഇനി പഴയതൊന്നും പറഞ്ഞ് ഞാൻ ഒട്ടാരെയും വിഷമിപ്പിക്കാനില്ല. സച്ചോട്ടിക്ക് ഇവിടെ എല്ലാരും ഇഷ്ടായോ? മോള് സ്കൂളിലൊക്കെ പോയി തുടങ്ങിയോ? പിന്നെ എനിക്ക് എല്ലാരും ഇഷ്ടായി. ഞാൻ സ്കൂളിൽ പോകുന്നുണ്ടല്ലോ. ഞാൻ 1ാം ക്ലാസ്സിലാ. അങ്കിൾ സ്കൂളിൽ പോകുന്നുണ്ടോ? പോകുന്നുണ്ട്, പക്ഷെ പഠിക്കാനല്ല, പഠിപ്പിക്കാനാ. അച്ഛാ, അവളെ താഴെക്ക്. അവളെ ചീത്തക്കൂട്ടിയാ. എന്നെ കളിയാക്കി കൊച്ചുണ്ടാപ്പിന്ന് വിളിച്ചു. ആണോടി കുറുമ്പി, നീ എന്റെ മോനെ കളിയാക്കിയോ? ഞാൻ കളിയാക്കിയതല്ല, ശരിക്കും വിളിച്ചതാ. ശരിക്കും അമ്മമ്മ പറയാറില്ല പോലെ നിന്നെ കാണാൻ ശീമാട്ടി പോലെ തന്നെയുണ്ട്. നീ കൊള്ളൂല. അങ്കി, അങ്ങനെ പറയല്ലേ, ഇത് നിന്റെ ചേച്ചിയല്ലേ? സാരില്ല മാവ, അവൻ പറഞ്ഞോട്ടെ, അവൻ കുഞ്ഞല്ലേ. കണ്ടോ അങ്കി, പാവം മോളാ ഇത്. ഈ പെണ്ണ് വന്നപ്പോ എല്ലാവർക്കും അവളെ മതി. മിണ്ടൂല, ഞാൻ പോവാ. അവന്റെ കുശുമ്പ് കണ്ടില്ലേ? ശരിക്കും ഇവനൊരു കൊച്ചുണ്ടാപ്പി തന്നെ. അല്ല ആകാശേട്ടാ, ഇപ്പൊ രാത്രി ഒരുപാടായില്ലേ? ഇന്നിനി ഈ രാത്രി പോണോ? ഇവിടെ കിടന്നിട്ട് നാളെ പോയാ പോരെ നിങ്ങൾക്ക് 3 അതുകൊണ്ടല്ല ആര്യ, നാളെ ക്ലാസ് ഉണ്ട്. ഇനി ഞങ്ങൾക്ക് ലീവ് എടുക്കാൻ പറ്റൂല. ഉള്ള ലീവൊക്കെ നേരത്തെ എടുത്തു. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ ഇവിടുന്ന് ഡയറക്റ്റ് സ്കൂളിൽ പോവാം. ഇന്നിനിപ്പോ ഏതായാലും പോണ്ട. അതെ കുട്ടേട്ടാ, ഇന്ന് ഇത്രയും വൈകിയില്ലേ? ഇനി ഇവിടെ കിടന്നോ? ശരി, ഇനി നിങ്ങളൊക്കെ പറഞ്ഞിട്ട് കേട്ടില്ലാന്ന് വേണ്ട. ഇന്ന് ഞങ്ങൾ ഇവിടെ തന്നെ കിടക്കാം. മമ്മി, സച്ചുട്ടിക്ക് ഉറക്കം വരുന്നുണ്ട്. മാവ് ഉറങ്ങാൻ വാ. ആ, മോൾക്ക് ഉറക്കം വരുന്നുണ്ടോ? വാ. മണിക്കുട്ടി, അമ്മയുടെ റൂമില് കൊച്ചിന്റെ റൂമിന്റെ താക്കോലുണ്ട്, ഒന്ന് തുറന്നു കൊടുത്തേ. മോളെ അവൾ ഉറക്കട്ടെ കൊണ്ട്. ആ,
അമ്മ മാമജി മോളെ കൊണ്ടുവാ, ഞാനിപ്പോ റൂം തുറന്നു തരാം. ആ മണിക്കുട്ടി, സച്ചോട്ടി വാ. മണിക്കുട്ടി, ഇതാണോ എന്റെ ഡാഡിയുടെ റൂം? അതെ, ഇതാണ് മോളുടെ ഡാഡിയുടെ റൂം. ഇനി മുതല് മോളുടെ അമ്മയുടെ ഒക്കെ റൂം ഇത് തന്നെയാ. മാമേജി മോൾ ഉറക്കിക്കോ, നാളെ കാണാം. ആ മണിക്കുട്ടി, സച്ചോട്ടി വാ, അമ്മ ഉറക്കാം. അല്ല, സമയം ഒരുപാടായില്ലേ? എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും ചെന്ന് കിടക്കാം. എന്തിനാ വെറുതെ ഇരുന്ന് നേരം വെളുപ്പിക്കുന്ന? നാളെ സംസാരിക്കാം. അതെ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ആരെങ്കിലും പറയാൻ കാത്തിരിക്കായിരുന്നു. എന്നാ ശരി, ഗുഡ് നൈറ്റ്. ഞാൻ പോയി. അച്ഛൻ പറയാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു തോന്നുന്നു. എന്നാ ശരി, ഗുഡ് നൈറ്റ്. സത്യ, മുമ്പ് കിടന്നോ? മുഖം കണ്ടാലറിയാം നല്ല ക്ഷീണം ഉണ്ടെന്ന്. നാളെ സംസാരിക്കാം, ചെല്ല്. അമ്മ, ഗുഡ് നൈറ്റ്. സച്ചോട്ടി ഉറങ്ങിയല്ലോ. സത്യേട്ടനൊന്ന് വന്നിരുന്നെങ്കിൽ ഒന്ന് സംസാരിക്കായിരുന്നു. ഡ്രസ് മാറാണോ? ഡ്രസ് മാറിയിട്ട് ഒന്ന് സംസാരിച്ചാലോ? മോൾ ഉറങ്ങിയോ? ഞാൻ മോളുടെ അടുത്ത് കിടക്കുന്നതിൽ നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോ. ഇല്ല, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. സത്യേട്ടൻ കിടന്നോ? പിന്നെ എനിക്ക് സത്യേട്ടനോടൊന്ന് സംസാരിക്കണമായിരുന്നു. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാൻ കിടക്കാൻ പോവാ. ഗുഡ് നൈറ്റ്. കാത്തിടാനിതുവഴി ഞാൻ തുണയായി വരാമിനിയെന്നുമേ കുടനീട്ടിടാൻ തണലേക്കിടാൻ ഒരു നല്ല നേരം. അടങ്ങിയിരിക്കെ സച്ചോട്ടി, ഞാനൊന്ന് തോർത്തിക്കോട്ടെ. ഞാൻ വെറുതെ ഓടി നടന്ന് ജലദോഷം പിടിച്ചു വരുത്തണ്ട. ഇല്ല മമ്മി. പിന്നെ അങ്കിയോട് വെറുതെ വഴക്കുണ്ടാക്കാനൊന്നും പോവരുത് കേട്ടല്ലോ. ഞാനല്ല ആ കൊച്ചുണ്ടാപ്പിരിയ എന്നോട് വഴക്ക് കൂടുന്നത്. ഞാൻ പോവാ. സച്ചോട്ടി നിക്കവിടെ, വീഴും. ആ തലയൊന്ന് തോർത്തിക്കോട്ടെ. ആ സച്ചുട്ടി, പതുക്കെ ഓട്. ഇങ്ങനെ പോയാ വലയെടുത്ത് മൂക്കിടിച്ച് കിടക്കും നീ. എനിക്കൊന്ന് പുറത്ത് പോകണം. നിങ്ങൾ ഫ്രഷ് ആയെങ്കിൽ ഞാൻ ടോയ്ലറ്റ് യൂസ് ചെയ്തോട്ടെ. ആ, ഞങ്ങള് ഫ്രഷായി. സത്യേട്ടൻ ടോയ്ലറ്റ് യൂസ് ചെയ്തോ? അല്ല, നിന്റെ ആരെങ്കിലും ചത്തുപോയോ? അല്ല, നിന്റെ കോലം കണ്ട് ഞാൻ ചോദിച്ചതാ. കഴുത്തിലും കാതിലൊക്കെ ഒന്നിടാണ്ടിരിക്കാൻ നിന്റെ ഭർത്താവ് എന്താ മരിച്ചു പോയോ? നീ ഇവിടെ സച്ചുരിന്റെ മമ്മിയായിട്ടല്ലേ വന്നത്? ഇവിടെ ബാക്കിയുള്ളവരൊക്കെ നിൽക്കണം, നീ കണ്ടില്ലേ? അതുപോലെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്നാ മതി. ഈ കോലത്തിൽ നിൽക്കാനാണ് ഭാവമെങ്കിൽ ഇപ്പൊ തന്നെ തിരിച്ചു പൊക്കോ. കല്ലുടി, ഇതാ എലിഫന്റ്. ആഹാ, മൂന്നാളും ഇരുന്ന് കളിക്കുവാണോ? അല്ല സച്ചോട്ടി, നീ എന്താ പെണങ്ങി മാറിയിരിക്കുന്നത്? എന്തു പറ്റി മോളെ? അമ്മായി, അമ്മായി കണ്ടോ? ചെറിയച്ഛനും ചെറിയമ്മയുടെ കല്യാണ ഫോട്ടോ സച്ചുട്ടിക്കും വേണം. മമ്മിയുടെ ഡാഡിയുടെ കല്യാണ ഫോട്ടോ സച്ചുട്ടിന്റെ റൂമില് അതൊന്നും ഇല്ലല്ലോ. കണക്കായിപ്പോയി. നിനക്ക് അങ്ങനെ തന്നെ വേണം. ഞങ്ങളുടെ റൂമിലും അച്ഛന്റെ അമ്മയുടെ കല്യാണ ഫോട്ടോ ഉണ്ടല്ലോ. അങ്കി മിണ്ടാതിരടാ. ചേച്ചിനോട് ഇങ്ങനെയാണോ പറയുന്നത്? സച്ചുട്ടി വാ, അമ്മായി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാം. നമുക്ക് ഈ പരാതി ഇവിടുത്തെ അച്ഛനോട് ചെന്ന് പറയാം. താങ്ക് യു അമ്മായി. അമ്മായി പറഞ്ഞ അച്ഛൻ കേക്കും. അമ്മായി പറയുന്നേക്കാളും മോള് പറഞ്ഞ അച്ഛൻ അപ്പ കേക്കും. വാ, നമുക്ക് പോയി പറയാം. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. കോടതി മുമ്പാകെ ഞങ്ങൾക്കൊരു പരാതി പറയാനുണ്ട്. പെട്ടെന്ന് അതിനൊരു പരിഹാരം കണ്ടെത്തണം. ആഹാ, അമ്മായി മരുമോളും രാവിലെ തന്നെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടല്ലോ. ആട്ടെ, എന്താ പരാതി? അച്ഛാ, ഇവിടെ എല്ലാവർക്കും കല്യാണ ഫോട്ടോ ഉണ്ട്. സച്ചുട്ടിന്റെ മമ്മിക്കും ഡാഡിക്കും മാത്രമില്ല. സച്ചുട്ടിക്കും വേണം. സച്ചുട്ടിന്റെ മമ്മിയുടെ ഡാഡിയുടെ കല്യാണ ഫോട്ടോ. ഇതൊരു ന്യായമായ ആവശ്യമാണ്. ഇതിനെങ്ങനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല, അല്ലേ മോളെ? അതെ, കല്യാണത്തിന് മുന്നേ കുട്ടിയുണ്ടായ കുട്ടി ഇതൊക്കെ ചോദിക്കും. അതുകൊണ്ട് വേഗം രണ്ടാളും കല്യാണം കഴിക്കുന്നതാണ് നല്ലത്.
മാത്രമല്ല ഞങ്ങളുടെ മക്കൾക്ക് ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം സച്ചോട്ടിക്ക് കിട്ടാൻ പോണത്. അച്ഛൻ്റെ അമ്മയുടെ കല്യാണം നേരിട്ട് കാണാലോ. ഹായ് അച്ഛാ പറ, എപ്പോഴാ എന്റെ മമ്മിയുടെയും ഡാഡിയുടെയും കല്യാണം? സച്ചോട്ടിക്ക് കല്യാണം കാണണം. അത് പറയേണ്ടത് അച്ഛൻ നല്ല മോളെ. സത്യ, എന്താ നിന്റെ അഭിപ്രായം? എപ്പോഴാ നിങ്ങളുടെ കല്യാണം? ഞാൻ എന്ത് പറയാൻ അച്ഛ, ഒരു തവണ ഞാനത് പറഞ്ഞപ്പോ ഇവളിവിടെ നോടി. ഇനി അടുത്ത് ഓടില്ല എന്ന് ആര് കണ്ടു? ഇനി ഇവളോടുന്നാണെങ്കിൽ ഇവളെ കാലും കൈ ഓടിച്ചു വിട്ടിട്ട് ഞാൻ ആ കല്യാണം നടത്തും. പറയടി, നിനക്ക് കല്യാണത്തിന് സമ്മതമല്ലേ? ആ, എനിക്ക് സമ്മതമാണ് ലീലാമോ. ഹായ് എന്റെ മമ്മിക്ക് സമ്മത. അപ്പൊ നമുക്ക് വേഗം കല്യാണം നടത്താം. അവളുടെ സന്തോഷം കണ്ടില്ലേ? എന്നാൽ നമുക്ക് കല്യാണം അടിച്ചു പൊളിക്കാം. ஆசை முகம் குழலாட பாவைத்தவம் உனக்காக நாடி வரும் நிழலாக துணையாக நானிலமும் திரையாட வாழ்த்தி வரும் மதியாட வெறுமைகள் ஒளியாக வழியாக ஆசை உனக்காக நாணங்களும் எனக்காக ஓடும் நதி புனலாட உறவாட வா சீதா കല്യാണ. അപ്പൊ നീ ചിറ്റപ്പനെ മാറുന്നില്ല അല്ലേ? അയ്യോ, ഞാൻ ശരിക്കും മറന്നുപോയി. നീ കാന്താരി. ഡാഡി നോക്ക്, മമ്മി വരുന്നു. സമയമേ നീ ഒഴുകി നീനാതിവിടെ മതി വരെ നിന്നു തരൂ നിറയുക സിരകളിൽ ഭാമി, അപ്പാ, അപ്പാ, ഞാനിപ്പോ സ്വപ്നം കണ്ടതാണ്. ഭാമേ, എന്തു പറ്റി? ഒന്നുമില്ല. മമ്മി ദാ ഫ്ലവർ. സച്ചോട്ടി ബാ. മമ്മി ഉമ്മ. മൂന്നാളും ഇങ്ങോട്ട് നോക്കിയേ, നമുക്ക് ഫോട്ടോ എടുക്കണ്ടേ? അയ്യോ ചെറിയ ഒരു മിനിറ്റ് എടുത്തോ. ചെറിയമ്മേ, നിങ്ങൾ എല്ലാരും വന്നിക്ക്. നമുക്കൊരു ഫാമിലി ഫോട്ടോ തന്നെ എടുക്കാം. വാടാ മക്കളെ. ഓക്കെ, സ്മൈൽ പ്ലീസ്.